نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിലുമായി ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിലെത്തിക്കഴിഞ്ഞു. ദുൽഹിജ്ജ മാസം പിറന്നതോടുകൂടി ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് വിശ്വാസി സമൂഹങ്ങളുള്ളത്. ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത്, ഒരാൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്മ പ്രസവിച്ച ചെറിയ കുട്ടിയെപ്പോലെ നിഷ്കളങ്ക മനസ്സോടുകൂടി പാപരഹിതമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനായി തീരും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ഹജ്ജിനുള്ള പുണ്യം
സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഈ ഹജ്ജിന്റെ വേളയിൽ, ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒരു പ്രവാചകനെ, ആ പ്രവാചകന്റെ കുടുംബത്തെയും ഓർക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ചില സന്ദർഭങ്ങളിൽ മാത്രമല്ല ആ പ്രവാചകനെ ഓർക്കേണ്ടത്, എല്ലാ ദിവസവും ആ പ്രവാചകനെ ഓർത്തുകൊണ്ടാണ് പ്രഭാതം തന്നെ നമ്മൾ ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രഭാതത്തിലെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും: അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ഫിത്രത്തിലും ഇഖ്ലാസിന്റെ കലിമത്തിലും ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും. അതിനുശേഷം ഓരോ വിശ്വാസികളും പ്രഭാതത്തിൽ ഇപ്രകാരം കൂടി പ്രാർത്ഥിക്കുകയാണ്: വഅലാ മില്ലത്തി ഇബ്രാഹിം നബി വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഋജുമനസ്കനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയിലും മില്ലത്തിലും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? മുശ്രിക്കുകളിൽ പെടാത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു നല്ലൊരു മുസ്ലിമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത്. സഹോദരന്മാരെ, ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ലല്ലോ. എല്ലാ ദിവസവും ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നു. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ നമസ്കാരത്തിലെ അത്തഹിയ്യാത്തിന്റെ സമയത്ത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വീണ്ടും ഓർക്കുകയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. പ്രഭാതത്തിൽ മാത്രമല്ല, നിസ്കാരത്തിന്റെ സമയത്തും ആ പ്രവാചകനെ ഓർക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്: വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. സത്യസന്ധനായ ഒരു പ്രവാചകൻ, നബിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകതയാണ്, ജീവിതത്തിൽ സിദ്ദീഖായിട്ടാണ് ജീവിച്ച് മുന്നോട്ട് പോയത്. സത്യസന്ധനായിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. ആളുകളോട് സത്യമല്ലാതെ മറ്റൊന്നും പറയാറില്ല. സത്യം പറയുന്ന കാര്യത്തിൽ മറ്റൊരാളെയും പേടിക്കാറില്ല എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ സമയത്ത് ആകാശലോകത്തേക്ക് പോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വയോവൃദ്ധനായ ഒരാൾ കുട്ടികളുമായി കളിക്കുന്നതായി കാണുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: ആ വൃദ്ധനായ മനുഷ്യനാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കിട്ടിയത് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി അഥവാ കൂട്ടുകാരനായി സ്വീകരിച്ച ഒരു പ്രവാചകൻ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല.
എന്ന് സൂറത്ത് അംബിയാഇന്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഖലീൽ എന്ന് പറഞ്ഞാൽ? ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നവൻ. ഇതാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയാറില്ലേ, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം നിനക്ക് പറിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. എന്തേ കാരണം? ആ മനുഷ്യനെ അത്രമാത്രം ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പ്രവാചകനെ ഖലീലായി സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? ആ പ്രവാചകൻ പറയുന്നത് മുഴുവനും അനുസരിച്ച്. അത് മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായിട്ടുള്ള ഏറ്റവും ശക്തമായ ക്ഷമയുള്ള 5 പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും ശക്തമാണ്, അത്രയും ആദരണീയമാണ്. ആ പ്രവാചകനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന്, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഞാൻ നിന്നെ മനുഷ്യർക്ക് ഇമാമാക്കി, നേതൃത്വമുള്ളവൻ, ഒരു നേതാവാക്കി മാറ്റുകയാണ്. അപ്പൊ ലോകത്തുള്ള ആളുകൾക്കുള്ള ഒരു നേതാവും കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സഹോദരന്മാരെ, ആ പ്രവാചകൻ ജനിച്ചത് ഇറാഖിലെ ബാബിലോണിയയിലെ ഹൂർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനിച്ച നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള അവസ്ഥകൾ വിഗ്രഹാരാധനയായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു ജനതയായിരുന്നു ആ ഇറാഖിനെ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. അത് മാത്രം കഴിഞ്ഞില്ല, ആ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കാൻ വേണ്ടി അവർക്ക് ഒരു ഇലാഹിനെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. വിഗ്രഹവിൽപ്പന പിതാവിന്റെ ജോലി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവേകത്തിലെത്തിയ സമയത്ത്, ഒരു പക്വതയെത്തിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അല്ലാഹു പ്രവാചകനായി നിയോഗിച്ചു എന്ന് മാത്രമല്ല, ആ കാലം മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രബോധന ദൗത്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധന ദൗത്യം? ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കണം, നാട്ടിലെ മുഴുവൻ ജനങ്ങളും, പിതാവും കുടുംബത്തിലെ ഉള്ള ആളുകൾ മുഴുവനും അല്ലാഹയല്ലാതെ വിഗ്രഹങ്ങളോട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, വിഗ്രഹങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, വിഗ്രഹങ്ങൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് പോയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രബോധനം ആരംഭിക്കുന്നത്. കഠിനമായ ശത്രുതയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആളുകൾ എതിർത്തു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിൽ പ്രബോധനത്തിന് പോയപ്പോൾ അവിടെയുള്ള ഭരണാധികാരി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിടികൂടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറയെ ശാരീരികമായി ഉപദ്രവിച്ചു ആ നാട്ടിലുള്ള ആളുകൾ. ഈ സന്ദർഭത്തിൽ സാറ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. തന്നെ ഉപദ്രവിച്ചിരിക്കുന്ന ആളെ, ഭരണാധികാരി, അദ്ദേഹം ആകെ ശാരീരികമായി മരവിച്ചു പോയി. ഭരണാധികാരി സാറയോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ മരവിപ്പ്, ശരീരത്തിലെ മരവിപ്പ് ഒഴിവാകുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഈ ഭരണാധികാരി സന്തോഷ സൂചകമായി കൊണ്ട് നൽകിയതാണ് ഹാജറ ബീവി എന്ന് പറയുന്ന സ്ത്രീയെ. അങ്ങനെ സാറാ ബീവി ഹാജറ ബീവിയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കണം, എത്രമാത്രം ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു പ്രവാചകൻ
ആ പ്രവാചകനെയാണ് ജനങ്ങൾക്കൊരു മാതൃകയുള്ള ഒരു പ്രവാചകനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടുള്ളത്. ഇനി ഇബ്രാഹിം നബിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റബ്ബെ ജീവിപ്പിക്കുക? അല്ലാഹു ചോദിച്ചു, ഇബ്രാഹിം, നിനക്ക് വിശ്വാസമില്ലേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, അല്ലാഹുവേ, എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഉറപ്പാണ് അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നാലും വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിനൊരു സമാധാനം ലഭിക്കാൻ, ശാന്തത ലഭിക്കാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിൽ, അല്ലാഹുവേ, എന്റെ മനസ്സിനൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചോദിച്ചത്. അപ്പൊ അല്ലാഹു പറഞ്ഞു കൊടുത്തത് എന്താണ്? അങ്ങനെയാണെങ്കിൽ നീ പക്ഷികളെ പിടിക്കുക, ആ പക്ഷികളെ വിവിധങ്ങളായ പർവ്വതത്തിന്റെ മുകളിലേക്ക് വെക്കുക, എന്നിട്ട് അതിന്റെ ആ പക്ഷിയുടെ ഓരോ ഭാഗങ്ങളും നീ വിവിധങ്ങളായ പർവ്വതത്തിന്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആ പക്ഷികളെ നീ വിളിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, ജീവനില്ലാത്ത കഷ്ണങ്ങളാക്കിയിട്ടുള്ള പക്ഷികളാണ്. ആ പക്ഷികളെ വിളിച്ച സന്ദർഭത്തിൽ അതാ ആ പക്ഷികൾ ജീവനുള്ള പക്ഷികളായി വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, മറിച്ച് എന്താണ്, മനസ്സിനൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയ ഒരു ആഗ്രഹത്തെ സഫലീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകി. പ്രാർത്ഥിച്ചാൽ അല്ലാഹു ഉത്തരം തരും എന്ന് ഉറപ്പാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ? മക്കയെ കുറിച്ച് പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനത്ത് തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, പടച്ചവനിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള ആളുകൾക്ക് നീ ഫലവൃക്ഷങ്ങൾ ഇവിടെ നൽകുകയും ഈ നാടിനെ സമാധാനമുള്ള, നിർഭയത്വമുള്ള ഒരു നാടാക്കി തീർക്കുകയും ചെയ്യണമേ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുത്തു എന്നാണ്. അല്ലാഹു ഉത്തരം കൊടുത്തു. ഇന്ന് നമ്മൾ നോക്കിയട്ടെ, ലോകത്ത് ഏറ്റവും ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു രാജ്യമുണ്ടെങ്കിൽ, നാടുണ്ടെങ്കിൽ, അത് മക്കയല്ലാതെ വേറെ ഏതല്ലത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ആ നാട്ടിൽ വരുന്ന ആളുകൾക്ക് മുഴുവനും, മരുഭൂമിയായിരിക്കുന്ന ആ നാട് ഇന്ന് ലക്ഷോപലക്ഷം ആളുകൾ വന്നിട്ട് പോലും അവിടെ മറ്റൊരു പ്രയാസങ്ങളില്ല. എല്ലാവർക്കും ഭക്ഷണമില്ല സഹോദരന്മാരെ, കുടിക്കാനുള്ള വെള്ളങ്ങളില്ലേ? ഇന്ന് വരെ കുടിക്കാനില്ലാത്ത വെള്ളത്തിനെ കുറിച്ച് അവിടെ പരാതികൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവിടെ ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഒരുപാട് ഇങ്ങനെ ഖുർആനിലൂടെ കാണുവാൻ സാധിക്കും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലേ? നമ്മുടെ കൂട്ടത്തിലൊക്കെ സന്താനങ്ങളില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകദേശം 80 വയസ്സാകുന്ന സമയത്താണ് മക്കളെ കുട്ടിയത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രയും വർഷക്കാലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? കുട്ടിയെ തരണേന്നല്ല പ്രാർത്ഥിച്ചത്. കുട്ടിയെ തരണം, നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിയെ തരണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. ഒരു ആണിനെയും പെണ്ണിനെയും തരണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തെ തരണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പടച്ചോനെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഏറ്റവും നല്ല കുട്ടിയെ തരടുന്ന. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് സഹോദരന്മാരെ. നമുക്കൊക്കെ മക്കളുണ്ടല്ലോ. ഭാര്യ ഗർഭിണിയാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണോ നമ്മുടെ നാവിൽ ഉണ്ടായത്?
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായമാകുന്ന സമയത്ത് പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മളൊന്നും നിരാശപ്പെടേണ്ടതില്ല, മക്കളില്ലാത്തവർ നിരാശപ്പെടേണ്ടതില്ല. പ്രാർത്ഥന ഒരു ആയുധമാക്കി മാറ്റാൻ നമുക്ക് സഹോദരന്മാരെ സാധിക്കണം. അതേപോലെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ സന്താന പരമ്പരയിലൂടെ പ്രവാചകൻ ഈ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകളുണ്ടായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ലേ. ഇബ്രാഹിം നബിയുടെയും മുഹമ്മദ് നബിയുടെയും കാലഘട്ടത്തിൻ്റെ ഇടയിൽ 4000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടെന്നാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന 4000 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുത്തതുകൊണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ. അപ്പൊ പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല സഹോദരന്മാരെ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞെന്താ, ഇബ്രാഹിം നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഉമ്മത്താണ്. ഒരു ഉമ്മത്താണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബിയെ കുറിച്ചിട്ട് പറയുന്ന കൂട്ടത്തിലൊക്കെ പലപ്പോഴും ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ നാട്ടിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ശിർക്കിൽ മുങ്ങിയ ഒരു ജനതയായിരുന്നു. അവർക്ക് തൗഹീദ് എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊന്നും അറിയാത്ത ആളുകൾക്കിടയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിച്ചെല്ലുന്നത്. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത്, ഇബ്രാഹിം എന്താണ്? ഇബ്രാഹിം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഉമ്മത്താണ്, ഒരു സമുദായമാണ്. അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകൾ പെട്ടവനല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് മാതൃകയുണ്ട്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഏത് കാര്യത്തിലാണ് മാതൃക? ഏത് വിഷയത്തിലാണ് മാതൃക? ദുനിയാവിന്റെ വിഷയത്തിലാണോ? സമ്പത്തിന്റെ വിഷയത്തിലാണോ? അല്ല സഹോദരന്മാരെ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും മാർഗവും വിശ്വാസികൾ ഓരോന്നും പഠിക്കേണ്ടത് തന്നെയാണ്. ആദർശ രംഗത്താണ് മാതൃക. ജനങ്ങൾ മുഴുവനും തന്നെ ഒഴിവാക്കിയിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നാട്ടുകാരിലൂടെ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു. ഈ പ്രഖ്യാപനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ സഫാ കുന്നിന്റെ മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് തൻ്റെ സമൂഹത്തോട്. നമുക്കും കഴിയണം. അതാണ് മാതൃക. നമ്മളിൽ പല ആളുകളും എന്താ ചെയ്യുക? മക്കൾ തൗഹീദ് മനസ്സിലാക്കും, ഉപ്പാനോട് പറഞ്ഞു കൊടുക്കൂല. കാരണം എന്താണ്? ഉപ്പാനെ പേടിയാ. ഉപ്പ മനസ്സിലാക്കും തൗഹീദ്, ഭാര്യക്ക് പറഞ്ഞു കൊടുക്കൂല. കാരണം എന്താണ്? ഇപ്പോഴും അവർ ശിർക്കിലകപ്പെട്ടുകൊണ്ട് അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാത്തവരോട് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഭാര്യമാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എത്രയോ ഉപ്പമാരില്ലേ? എത്രയോ മക്കളില്ലേ? നമ്മൾ ചിന്തിക്കണം. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക. തന്റെ പിതാവിനോട് പറഞ്ഞു, തന്റെ നാട്ടുകാരോട് പറഞ്ഞു, ഒരു പേടിയും പേടിക്കാത്ത തരത്തിൽ ഉപ്പയോട് പറഞ്ഞത് എന്താണ്? ഇത് ഖാല ലി അബി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപ്പാനോട് വിളിച്ചു പറയാണ്, പൊന്നാര ഉപ്പ, നിങ്ങൾ ഏതിനോടാണ് പ്രാർത്ഥിക്കുന്നത്? കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത ഈ വിഗ്രഹങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോ? ഇതൊരു ഉപകാരവും ചെയ്യില്ല അല്ലേ? അങ്ങുള്ള ആളുകൾ നിവർത്തിവെച്ച വിഗ്രഹങ്ങളോടാണെങ്കിൽ ഇന്ന് ചിലർ കിടത്തിവെച്ച വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പറയാൻ സാധിച്ചോ സഹോദരന്മാരെ? നമ്മുടെ വീട്ടിൽ നിന്ന് ഭാര്യമാർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അരുത് എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഭർത്താക്കന്മാർ, മക്കൾ ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് പാടില്ലാതെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക സ്വീകരിച്ചവർ എന്നും കൂടി മനസ്സിലാക്കണം സഹോദരന്മാരെ. പിതാവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പ, നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാമെന്ന്. അത് അഹങ്കാരത്തിന്റെ വർത്താനൊന്നുമല്ല. പിന്നെന്താണ്? അല്ല എനിക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്ന പിതാവിനോട് സ്നേഹത്തോട് പോയി പറയാണ്, യാ അബതി
ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി യഹ്ദിക സിറാതൻ സവിയ്യാ. പൊന്നാര ഉപ്പ, നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. എനിക്ക് വന്നെത്തിയിട്ടുണ്ട്, എൻ്റെ റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നിങ്ങൾ പിശാചിനെ ആരാധിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക തന്നെ ചെയ്യണം. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് ഇബ്രാഹിം നബിയുടെ പിതാവ് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ സഹോദരന്മാരെ? ചിന്തിച്ചു നോക്കട്ടെ. ഇബ്രാഹിമേ, ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, പല വിഗ്രഹങ്ങളോടും ഞങ്ങൾ, പല ഇലാഹകളോടും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഇലാഹകളെ മുഴുവൻ നീ ഒന്നാക്കണം, നീ കളിയാക്കണം, എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഓടിക്കും. മഹല്ല് ബഹിഷ്കരിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം, മഹല്ലിൽ എന്തില്ല, ഒരു കാര്യത്തിലും ഞങ്ങൾ എന്തില്ല, ഏർപ്പെടുകയില്ല. ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണല്ലോ തൗഹീദ് പറഞ്ഞാൽ മഹല്ല് ബഹിഷ്കരണം എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. വിവാഹം ഉണ്ടാവൂല, പിന്നെയോ ഖബർസ്ഥാൻ ഉണ്ടാവൂല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നെയ്യും പേടിപ്പിക്കും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പേടിപ്പിക്കാൻ നോക്കി. എന്താ പറഞ്ഞെന്നറിയോ? നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞേ. മഹല്ല് പുറത്താക്കുന്നല്ല, നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. ഈ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞത്, ഖാല സലാമുൻ അലൈക, ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി. സലാം ഉപ്പ, സമാധാനം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, തേടുന്നു. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ റബ്ബിനോട് പറയും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. കാരണം നാട്ടിൽ നിന്ന് വിശ്രമിക്കാൻ സമയം തന്നില്ല. അവർ പ്രബോധനം നടത്താൻ അവർ സമ്മതിച്ചില്ല. തീ കുണ്ടാരത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. നോക്കിയട്ടെ, നമ്മളൊക്കെ സഹായിക്കാൻ നമ്മൾ ഇവിടുന്ന് പുറത്താക്കിയാൽ അടുത്ത മഹല്ല് സ്വീകരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ജില്ലക്കാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുണ്ടാവും. അന്ന് അങ്ങനെയായിരുന്നു. ആരുമില്ലല്ലോ. ഒരു നാട്ടിൽ നിന്ന് പോയി മറ്റൊരു നാട്ടിലേക്ക് പോയാലും അവിടെയും പ്രശ്നമാണ് സഹോദരന്മാരെ. എന്നിട്ട് പോലും തൻ്റെ ആദർശത്തിൽ ഒട്ടും വ്യതിചലിക്കാതെ എൻ്റെ റബ്ബ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞൊരു വാക്കും കൂടിയുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഓ ഇബ്രാഹിം, ജി മുസ്ലിം ആവണം. നീ ഹൃദയമല്ല, അള്ളാഹുവിന് എല്ലാം സമർപ്പിച്ച്, ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു മനുഷ്യനായി തീരണം. അപ്പൊ എന്താ പറഞ്ഞത്? ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. പിന്നെ ആകാം, നാളെ ആകാം, നാളെ ശരിയാകാം എന്നല്ല പറഞ്ഞത്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞാനിതാ നിനക്ക് എല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ബലികർമ്മങ്ങളും എല്ലാം എല്ലാം പഠിച്ചവന്. ഇതായിരിക്കണം സഹോദരന്മാരെ നമ്മളും. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, കൊണ്ടു നടക്കാൻ കഴിയണം. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃക പിൻപറ്റിയവർ. ഇതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന സഹോദരന്മാരെ. ചരിത്രം കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം, ആ ചരിത്രം ഓരോ വിശ്വാസികളും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ചരിത്രമാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായമാകുന്ന സമയത്ത് കുട്ടിയെ കിട്ടി എന്ന് മാത്രമല്ല, ഏത് മാതാവും പിതാവും കൊതിക്കുന്ന ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രായമാകുന്ന സമയത്ത് പോലും കുട്ടിയെ കിട്ടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പരീക്ഷിക്കുകയാണ്. ആ പിഞ്ചോമന മകനെ അല്ലാഹുവിന് വേണ്ടി ബലിയർപ്പിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വപ്നത്തിലൂടെ ദർശനമുണ്ടായി. എന്നിട്ട് ഈ സംഭവം ചെയ്യണം മകനോട് പറയുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയട്ടെ, വലിയ 10-20 വയസ്സുള്ള കുട്ടിയൊന്നല്ല, കൈപിടിച്ച് നടക്കുന്ന ചെറിയ മകൻ, വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരു മകൻ. ആ മകനോട് പറയുകയാണ്, മോനെ, ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുകയാണ് നിന്നെ അറുക്കണം എന്നുള്ളത്. ആ മകൻ പറഞ്ഞത്, പിതാവേ, അല്ല എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾ നിർവഹിച്ചു കൊള്ളുക. എങ്ങനെ പറയാൻ കഴിഞ്ഞാൽ കുട്ടിക്ക് എങ്ങനെ? കാരണം ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു പഠിക്കുക. പ്രബോധനങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ എല്ലാം പഠിക്കുകയാണ്. ആ മകനാണ് പറയുന്നത്, ഉപ്പ, അല്ല എന്താണ് പറഞ്ഞത്? എന്നെ തന്നത് അല്ലല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട, ചെയ്തോളൂ, കുഴപ്പമില്ല, ചെയ്തോളൂ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണല്ലോ ബലിയറക്ക എന്ന് പറയുന്നത്. ഇന്ന് ചില ആളുകൾ, മുസ്ലിം നാമധാരികളായിട്ടുള്ള, മുസ്ലിം പേരുകളുള്ള ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അല്ല ഒരിക്കലും ഒരു ബലിമൃഗത്തെയും അറക്കാൻ വേണ്ടി ആവശ്യപ്പെടൂല. എന്നിട്ട് അത് വിശ്വസിക്കാൻ കുറെ ആളുകളുണ്ട്. ബലിമൃഗത്തെ ഒരാളും മറക്കേണ്ടതില്ല, അത് അല്ല അങ്ങനെ പറയുകയില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിനെതിരാണ് അത് ചെയ്യുന്നത്. അല്ല പറഞ്ഞെന്താ? ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. അവർ രണ്ടുപേരും എന്ത് ചെയ്തു? പോയിന്ന എവിടെ? ആ മിനായുടെ ഭാഗത്ത്. എന്തിന്? മോൻ അറക്കാൻ വേണ്ടി. ആ മകൻ എന്ത് ചെയ്യാണ്? ചെരിഞ്ഞ് കിടന്നു കൊടുക്കുക. നോക്കണേ. എന്നിട്ട് ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടായിരിക്കെ ചിലർ ഇന്ന് പറയാണ് എന്താണ്? ബലി അറക്കൽ തന്നെ ഇല്ല, അങ്ങനെ പഠിച്ചോ പറഞ്ഞിട്ടില്ല, അങ്ങനെ അറക്കാൻ ഒരിക്കലും എന്തെങ്കിലും പറയില്ല. അല്ലാഹ് പറയാണ്, ഇതാ ആ ഉപ്പയും മകനും മിനാ താഴ്വയുടെ ആ കുന്നിന്റെ മുകളിലേക്ക് പോയി ആ മകൻ തന്നെ ചെരിഞ്ഞ് കിടന്നു കൊടുക്കുക, തന്റെ നെറ്റിത്തടം വെച്ചു കൊടുക്കാൻ. പിന്നെയോ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം, അറുക്കാൻ വേണ്ടി എല്ലാ ഒരുക്കത്തോടു കൂടി നിൽക്കുന്ന ഇബ്രാഹിം നബിയോട് അല്ലാഹ് വിളിച്ചു പറയാ, ഇബ്രാഹിം, നിന്റെ സ്വപ്നത്തെ നീ എന്ത് ചെയ്യാണ്? സാക്ഷാത്കരിച്ചിരിക്കുക. നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചു. ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞത് അത് നീ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവനായി തീർന്നു. അതുകൊണ്ട് നീ മകനെ ഒഴിവാക്കുക, അതിന്റെ പകരമായിക്കൊണ്ട് ഒരു ബലിമൃഗത്തെ അറുക്കുക എന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കട്ടെ, ഇത്രയും കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കെ ബലിയറുക്കൽ, ഉദ്ഹിയ്യത്ത് ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു സഹോദരന്മാരെ? എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഞാൻ കഴിഞ്ഞ ഖുതുബയിലോടും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളോട് അല്ല നമ്മുടെ കുട്ടിയെ അറക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? ഒരു ബലിമൃഗത്തെ ഇറക്കുക. ആ ബലിമൃഗം നിങ്ങൾക്ക് മുഴുവനായി ഇറക്കാൻ സാധിക്കില്ലെങ്കിൽ ഷെയറുകൾ ചെയ്യാമെന്ന് പറഞ്ഞു, 7 വരെ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, അല്ലേ? പലതിനും നമ്മൾ പണം ചെലവാക്കുന്നു നമ്മുടെ വാഹനത്തിൻ്റെ വേണ്ടി. നമ്മുടെ വാഹനം ഒന്ന് കേടായാൽ ഒരു 10,000 രൂപയാണ് അതിന് പിന്നെ എക്സ്പെൻസ് എന്ന് പറയുകയാണെങ്കിലും നമ്മളൊരു മടിയിൽ അത് ചെയ്യൂലേ? കാരണം എന്താണ്? അത് നമ്മളുടെ വാഹനമാണ്, മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമുള്ളതാണ്, അല്ലേ? വീടിൻ്റെ ഒരു ഭാഗം പൊട്ടി എന്ന് കേട്ടാൽ നമ്മൾ എന്തെങ്കിലും എന്താ ചെയ്യുക? അത് അവിടെ നിന്നിട്ടെന്ന് വിചാരിക്കുമോ? ഇല്ല. പിന്നെന്തെയും? അതിനുള്ള മാർഗങ്ങൾ കാണും. ഇതുപോലെ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർക്കുവാൻ ചിന്തിക്കാം. എനിക്കുണ്ട് സമയം, ദുൽഹിജ്ജ 1 ആയതുകൊണ്ട് ഇനി എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടതില്ല. പറ്റും. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അയ്യാമത്തെ ശരീക്കിന്റെ അസറിന്റെ മുമ്പായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അറുക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അത് ഇബ്രാഹിം നബിയുടെ ഒരു മാതൃകയും കൂടിയാണ്, അല്ലേ?
അതേപോലെ തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ആ കഅബയുടെ ഭാഗത്ത് എന്ത് ചെയ്യാണ്? തൻ്റെ പിഞ്ചോമന കുട്ടിയെയും ഭാര്യയും ഇട്ടു പോവുക. വെള്ളമില്ല, ഭക്ഷണമില്ല, ആൾപ്പാർപ്പില്ല, ഒന്നുമില്ല, മരുഭൂമി മാത്രം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ചോദിക്കുന്ന, ഹാജറ ബീബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താ ചോദിച്ചതെന്നറിയോ? അല്ല, ആരില്ലാത്തൊരു സ്ഥലത്ത്, ചെറിയ പൈതൽ, വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോവുകയാണോ? അല്ലാഹ് പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ അതെ. ഭാര്യ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ പോയിക്കോ, എനിക്കെൻ്റെ റബ്ബുണ്ട്, എനിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും എൻ്റെ റബ്ബ് ചെയ്തു തരും. മുഖ്യട്ടെ, ഇതാണ് നമുക്ക് മാതൃക സഹോദരന്മാരെ. ജീവിതത്തിലുള്ള മാതൃക ഇതാണ്. പേടിക്കേണ്ടതില്ല. അള്ളാഹു തവക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സാധിപ്പിച്ചു തരും. സംസം കൊടുത്തില്ലേ സഹോദരന്മാരെ? കോടിയല്ല, ബില്യണല്ല, എത്രയോ ആളുകൾ അവിടെ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എത്രയാണ് സഹോദരന്മാരെ സംഭവങ്ങൾ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം ഒരു മാതൃകയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരും നമ്മൾ സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെ നിസ്കാരം നിലനിർത്തുന്ന അവനാക്കണമേ. എന്നെ മാത്രമല്ല, എൻ്റെ മക്കളെയും. മക്കൾക്ക് വേണ്ടി സഹോദരന്മാരെ പ്രാർത്ഥിക്കണം. മക്കളുണ്ടായി അവരവരെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം. നമ്മൾ ആ മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല സന്താനങ്ങളെ തന്ന് നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, പലരും രോഗിയായി വീടുകളിലും ഹോസ്പിറ്റലിലും കിടക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏറ്റവും പവിത്രമായിട്ടുള്ള ഈ ദിവസങ്ങളിൽ അവർക്ക് ശിഫ നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമുക്കറിയാത്ത പലരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പലരും രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കുകയും അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ നന്മകളും അല്ലാഹു ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. റിയാ ഇല്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി അല്ലാഹു ഞങ്ങളെല്ലാവരെയും തീർക്കുകയും അനുഗ്രഹം ചെയ്യുമാറാകണേ. പരസ്പരം വിദ്വേഷങ്ങളില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി തീർക്കണമേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. അല്ലാഹു മുഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.